ഹലോ ഗൈസ്, ഇന്ന് ചാള പരിപാടിയാണ്. ചാള വറുത്ത് കറി വെക്കുന്ന ഒരു പരിപാടിയാണ്. ഫ്രഷ് ചാള കിട്ടി. വൈപ്പിൻ ചാളയാണ്, വൈപ്പിൽ നിന്ന് മേടിച്ച ചാളയാണ്, വൈപ്പിൻ ചാള. ഹലോ മേജോ FK. ചാള കൊണ്ടൊരു പരിപാടിയാണെന്ന്. ചാള വറുത്തിട്ട് കറി വെക്കാനുള്ള പരിപാടിയാണ്. ആ ചാള ഞാൻ ഇങ്ങനെ അത്തക്കളം ഇട്ട് വെച്ചേക്കണ പോലെ ഇട്ട് വെച്ചേക്കണത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ഓക്കെ. ചാള വെട്ടിയതാണ്. ചാള ഇനി കുറച്ച് വെട്ടാനുണ്ട്. ചാള കത്രി കൊണ്ട് വെട്ടണ ഒരു ടിപ്പുണ്ട്, കാണിച്ചു തരാം. കത്രിയ ഇതിനകത്തേക്കാണ് കയറ്റിട്ടെ കറക്കിയാൽ കത്രിയായിട്ട് കയറ്റി കറക്കി കഴിഞ്ഞാൽ വിടുന്നേ ഉടനെ ഇങ്ങനെ അങ്ങോട്ട് പോയി സുഖമായിട്ട്. അപ്പം ഇതങ്ങനെ നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. എങ്ങനെയുണ്ട്? ഓക്കെ. ചാള വെട്ടി റെഡിയായിട്ടുണ്ട്. നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം. ഇത്തിരി ഉപ്പിടണം കേട്ടോ. ഇത്തിരി ഉപ്പ്, ഒരു സ്പൂൺ, ഒരു സ്പൂൺ ഉപ്പിട്ടാൽ മതി. ഉപ്പിട്ടിട്ട് വേണം പിന്നെ കഴുകാൻ. ഒന്ന് നേരം ഒരു ഉളപ്പൊക്കെ ഉണ്ടാവും, അതൊക്കെ പോകാനായിട്ട് ശരിക്കൊന്ന് ചെയ്താൽ കൊള്ളാം, അടിപൊളിയായിരിക്കും. അത് കഴുകിയെടുക്കട്ടെ. ഹലോ ഗൈസ്, മീൻ വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് വരഞ്ഞ് സെറ്റപ്പാക്കി നമുക്ക് കുറച്ച് മസാല പൊടി ചേർക്കാം. അപ്പോൾ നമുക്ക് മസാലപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി. വറുക്കാൻ വേണം, അപ്പോൾ കുറച്ച് മസാല മതി. ചെറിയത് ഇതേപോലത്തെ ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഇത്രേ ഉള്ളൂ, ചെറിയ സ്പൂൺ. ആവശ്യത്തിന് വിനാഗിരി ചേർക്കട്ടെ. കുറച്ച് മതി, അധികമൊന്നും വേണ്ട. ഒരു 2 സ്പൂണ് വിനാഗിരി മതിയേ. കുഴച്ച് സെറ്റാക്കട്ടെ. മസാലയൊക്കെ പെട്ട് റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് നേരം ഇരിക്കട്ടെ, ഒരു 10-15-20 മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടി ഇരിക്കട്ടെ, എന്നിട്ട് വറുക്കാം.
ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും കുറച്ച് വെക്കണം കേട്ടോ. ചാള നമുക്ക് വറുത്തെടുക്കാം. വറുത്തെന്ന് പറഞ്ഞാൽ പകുതി മുക്കാൽ ഭാഗത്തിൽ വറുത്തെടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് മൊരിയിച്ച് കളയണ്ട. കാരണം കറി വെക്കാനുള്ള കാരണം മൊരിയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവില്ല, കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പം മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. 2 സവാള, 3 തക്കാളി, 1 കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, വെളുത്തുള്ളി ഒരു 6-8 അല്ലി എടുത്തിട്ടുണ്ട്. പൊളിച്ചെടുത്തതാണ് കേട്ടോ. സവാള കട്ട് ചെയ്ത്, പച്ചമുളക് കട്ട് ചെയ്ത്, ഇഞ്ചി കട്ട് ചെയ്ത്, വെളുത്തുള്ളി കട്ട് ചെയ്ത്, തക്കാളി കട്ട് ചെയ്ത്, ഒരെണ്ണം ലാസ്റ്റ് നമുക്ക് മാഗ്നേറ്റ് ചെയ്യാനായിട്ട്. പൊടി ഇതുപോലത്തെ ഒരു 2 സ്പൂൺ, മുളക് പൊടി ഇതേപോലത്തെ ഒരു 1.5 സ്പൂൺ, കുരുമുളക് പൊടി ഇതേപോലത്തെ ഒരു 2 സ്പൂൺ. ചാള വറുത്ത എണ്ണയിലേക്ക് തന്നെ നമുക്ക് സവാളയും തക്കാളി ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വാടാൻ വേണ്ടി ഒന്ന് ഇളക്കി റെഡിയാക്കി കഴിഞ്ഞിട്ട് മൂടി വെക്കാം. മൂടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം പെട്ടെന്ന് വാടിക്കും. കുറച്ച് ഉപ്പിട്ടേക്കാം. ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടും. നല്ലോണം ഒന്ന് വാടാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കണം. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നല്ലോണം വാടി സെറ്റപ്പായിട്ടുണ്ട്. ഞാൻ മസാലപ്പൊടിയാണ് തട്ടി കൊടുക്കാം. മസാല അങ്ങോട്ട് മൂക്കട്ടായിരുന്നു. മസാല നല്ലോണം മൂത്തിട്ടുണ്ട്. ഇത്തിരി വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഇത്തിരി വെള്ളം നമുക്കൊന്ന് മസാല ഒന്ന് റെഡിയാകാനായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. മസാല അവിടെ കിടന്നൊന്ന് വേകട്ടെ. ആ വെള്ളത്തിൽ വേഗം ആ വെള്ളം വറ്റി കഴിയുമ്പോഴേക്കും മസാലയൊക്കെ നല്ലോണം വേഗം. ആ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ നല്ലോണം വെന്ത് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. അധികം വെള്ളം ചേർക്കേണ്ട, ഒരു കുറുക്ക് രൂപത്തിലിരിക്കട്ടെ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മസാല നല്ലോണം തിളച്ചിട്ടുണ്ട്. വറുത്ത വിനങ്ങാട് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കണം. അപ്പോൾ ഒന്ന് തിളക്കട്ടെ. തിളച്ചിട്ടുണ്ടാവും. തിളച്ച് നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. വേപ്പില
ആ സംഭവം കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്.